A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഒന്നാം ഘട്ടം പൂർണ്ണമായി ഇതിനകം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ 263 ബൂത്തുകളിലും ബൂത്ത് കമ്മിറ്റി ഫോർമേഷൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഞങ്ങൾ നിയോജകമണ്ഡലം തലത്തിലുള്ള നേതാക്കളുടെ UDF തല നേതാക്കളുടെ യോഗം, പഞ്ചായത്ത് തലത്തിലുള്ള നേതാക്കളുടെ യോഗം, അത് കഴിഞ്ഞ് ഏതാണ്ട് 59 ബൂത്തുകൾ ഇത്തവണ കൂടുതലാണ്. പക്ഷേ ഇതിനകത്ത് തന്നെ 263 ബൂത്തുകളിലും ഞങ്ങൾ UDFന്റെ ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു. ഏത് സമയത്താണോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ആ ദിവസം തന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ തന്നെ ഈ 263 ബൂത്തുകളിലും UDFന്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായ രീതിയിൽ തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ പാർട്ടി UDF ശക്തമാണ്. ജൂലൈ 12 വരെ സ്വാഭാവികം 6 മാസത്തിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരിക. ജൂലൈ 12 വരെ ഉള്ള സമയമുണ്ട്. അപ്പൊ ഏത് സമയത്തും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അടുത്ത ദിവസത്തേക്ക് വെക്കാതെ തന്നെ ആ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ UDF സംവിധാനം സജ്ജമാണ്. പ്രഖ്യാപനം വരുമ്പോൾ UDF ചെയർമാൻ മാറുന്നു, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാർ പുതിയ ആളുകൾ വരുന്നതിന് ഒരു കൂട്ടമായ നേതൃമാറ്റം തന്നെ ഉണ്ടാവുന്നു. എന്തുകൊണ്ട് ഇത്തരം ഒരു കൂട്ടമാറ്റത്തിലേക്ക് സാഹചര്യം? അങ്ങനെയല്ല, അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതാണ്. കോൺഗ്രസിനകത്തുള്ള തീരുമാനങ്ങൾ അത് സംസ്ഥാന തലത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ സ്വാഭാവികമായി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഹൈക്കമാൻഡ് ആരെയാണ് മാറ്റേണ്ടത്, ആരൊക്കെ മാറ്റണം, ആരൊക്കെ മാറ്റേണ്ട തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചുള്ള റോള് താഴെത്തട്ടിൽ ഉണ്ടാവാറില്ല. അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു, താഴെ അംഗീകരിക്കുന്നു. 2026 ലക്ഷ്യമാക്കിയുള്ള ഒരു മാറ്റമാണ്. 2026 ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 2025 അതിലേറെ പ്രധാനപ്പെട്ടതാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാധാരണ പ്രവർത്തകർക്ക് അധികാരത്തിലേക്ക്, ത്രിതല പഞ്ചായത്തുകളുടെ വിവിധ തലങ്ങൾ അധികാരത്തിൽ വരാൻ കഴിയുന്ന ഒരു അവസരമാണ്. അപ്പൊ അതിനെ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് 10 വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെന്റിൽ നിന്നൊരു മോചനം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ജനങ്ങളുടെ ആഗ്രഹം അത് സബലീകരിക്കുന്നതിന് വേണ്ടി UDF ഏറ്റവും ശക്തമായ രീതിയിൽ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് പ്രവർത്തിച്ച് UDF ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എപ്പോഴും മലപ്പുറം ജില്ലയിലെ UDFൽ കോൺഗ്രസും ലീഗും പരസ്പരം മത്സരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇത്തവണ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലുമില്ല. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ UDFന്റെ പ്രവർത്തകർ ഈ 10 വർഷക്കാലത്തെ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. എന്ത് വിട്ടുവീഴ്ച ചെയ്താലും ശരി, ത്രിതല പഞ്ചായത്തുകൾ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാവണമെന്ന് UDFന്റെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം കൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ പഞ്ചായത്തുകളും UDF സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. വലിയ മുന്നേറ്റം 2010 UDF വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിരിക്കും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1 VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ, വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.